ബൈസൺ ഇന്ന് കണ്ട രണ്ടാമത്തെ തമിഴ് ചിത്രമാണ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ ഇത് കാണണമെന്ന് തോന്നി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാരി സെൽവ എന്ന് പറയുന്ന സംവിധായകൻ കിടുക്കൻ സംവിധായകനാണ്. ഒരു തമിഴ് രാഷ്ട്രീയവും ആക്ഷനും ഒക്കെ പറയുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടൊക്കെ ഉള്ളത്. നല്ല നല്ല സിനിമകളാണ് ചെയ്തേക്കുന്നത്. അന്നേരം മാത്രമല്ല, വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രം നായകനാകുന്ന സിനിമ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പശുപതി. ഇതൊക്കെ കൊണ്ടാണ് ഇന്ന് സിനിമ കാണാൻ പോയത്. ലാഗ് എന്നൊക്കെ തോന്നിക്കെങ്കിലും കഥയുമായിട്ട് അനുയോജ്യമായ ലാഗായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ മെയിൻ ആയിട്ടുള്ള സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോയിലറൊന്നും ഇല്ല, ഇത് കബഡിയാണ്. തമിഴ് സിനിമകളിൽ ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പിടിച്ചിരുത്തുന്ന പല സീനുകളും ഉണ്ട്. പശുപതി തകർത്തവരച്ചിട്ടുണ്ട്, ധ്രുവ് വിക്രം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നടൻ മലയാള നടൻ ലാലൊക്കെ ഒരു ഗുണ്ടായിട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ റോളൊന്നും അല്ല, എന്നാൽ പോലും അത്യാവശ്യം ഓക്കെയാണ്. പശുപതി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലൈമാക്സോട് വരുമ്പോൾ നമ്മൾ കുറച്ച് രോമാഞ്ചിഫിക്കേഷൻ, ഹൈ എനർജി മൂവ്മെന്റ്സ് ഒക്കെ തരുന്ന കുറച്ച് സീനുകളൊക്കെ കൊണ്ട് നമുക്കൊരു ആവറേജിന് ഇച്ചിരി മുകളിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമയാണ് ബൈസൺ. ഒരിക്കലും നമുക്ക് ബോർ അടിക്കത്തില്ല, ആ രീതിയിൽ കാണാം. പ്രത്യേകിച്ചും കബഡി പോലുള്ള വിനോദം, ഒരു സ്പോർട്സുമായിട്ടൊരു വിനോദം ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും ബൈസൺ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പാണ്. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് ബൈസൺ.